ഏതാണ്ട് 80,000-ഓളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും 1000-ലേറെ സമ്മേളനങ്ങൾ നടക്കുന്നു. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിൽ ഈ സമ്മേളനങ്ങൾ നടന്നു വരുന്നുണ്ട്. 1947-ൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ കഴിഞ്ഞ 65 വർഷക്കാലം ഈ ഭാരതം ഭരിച്ച ഭരണകർത്താക്കൾ ഹിന്ദു വിരുദ്ധരും ഭാരതീയ വിരുദ്ധരുമായിട്ടുള്ളവർക്ക് അടിമവേല ചെയ്തുകൊണ്ട് ഭാരതത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ നിലനിൽപ്പ് ഹിന്ദുവിലൂടെയാണ്. ഹിന്ദുവിലൂടെ ഈ ഭാരതത്തിൻ്റെ നിലനിൽപ്പും അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ടെന്ന് ഒരു നല്ല കാര്യമാണ്. ഭാരതത്തിൻ്റെ പരമവൈഭവത്തിലേക്ക് എത്തുവാൻ അത് ഹിന്ദുവിലൂടെ മാത്രമേ സാധിക്കൂ. ആ ഒരു ഹിന്ദു ഏകത, ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ ഭാരതത്തിനായി ഹിന്ദു ഒന്നിക്കണം എന്ന ആഹ്വാനത്തോടെ നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ശ്രീ എം രാജശേഖരൻജി ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി അധ്യക്ഷനും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും കൂടിയാണ്. അദ്ദേഹം ഈ പഞ്ചായത്തിൽ തന്നെ പാപ്പമ്പടി എന്ന സ്ഥലത്താണ് താമസം. അദ്ദേഹം ചിതി മാസികയുടെ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശ്രീ ശങ്കുട്ടിദാസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ചിന്തകൻ, അതുപോലെ തന്നെ അഭിഭാഷകൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ്, കേന്ദ്ര സർക്കാരിൻ്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ, എഴുത്തുകാരൻ, ഇങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച അദ്ദേഹം നമ്മുടെ മുഖ്യ പ്രഭാഷകനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച കേരളത്തിൻ്റെ വാത്സല്യം ഏറ്റുവാങ്ങിയ കുമാരി അദീന ഭാരതിയെ നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രഭാഷകയാണ്. അദീന ഭാരതിയെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണ് എങ്കിൽ പോലും നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ സമ്മേളനത്തിന് ഹിന്ദു എന്ന ആ സംസ്കാരത്തിൽ ജനിച്ചു എന്ന് അതിൽ അഭിമാനിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ.